നമസ്കാരം. ബാബു ചേട്ടനാണോ ബൈജു ചേട്ടനാണോ? ഓക്കെ, മാറിയിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴാ പഠിച്ചു വരുന്നത്. സൂര്യ ടിവിയിലെ പ്രോഗ്രാംസ് കണ്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഒരുമിച്ചല്ലേ? ഒരേ കളർ ഷർട്ട് എല്ലാം ഒരുമിച്ചായിരുന്നു. അപ്പം അത് ഇപ്പോഴും ഒരേ പോലൊക്കെ തന്നെ. അവനും താടിയുണ്ട്, താടി നരച്ചിട്ടുണ്ട്, ഇടക്കിടയും ഇതൊക്കെ ഒരുപോലെ തന്നെയാണ്. അവനിപ്പോ വരും. അപ്പൊ ആള് വരുന്നതിനിപ്പുറം നമുക്കൊന്ന് സംസാരിക്കാം. തീർച്ചയായിട്ടും. നിങ്ങളുടെ ഫസ്റ്റ് പ്രോഗ്രാം ആയിരുന്നു അത്? അല്ലല്ല, ഞങ്ങളുടെ ഫസ്റ്റ് പ്രോഗ്രാം ജീവൻ ടിവിയിലെ കോമിക് റെക്കോർഡ്സ്, അത് കഴിഞ്ഞ് ഏഷ്യാനെറ്റിലെ കോമഡി കസിൻസ്, അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ഹിറ്റ് പ്രോഗ്രാമാണ് രസികരാജ നമ്പർ സൂര്യ. ഓക്കെ, അപ്പം ആദ്യത്തെ പ്രോഗ്രാമിനെ പറ്റി പറയുകയാണെങ്കിൽ എന്തായിരിക്കും ആദ്യം മനസ്സിലേക്ക് വരിക? ആദ്യത്തെ പ്രോഗ്രാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് പ്രോഗ്രാം. അതൊരു തമാശയാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായി. അതല്ല, ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഇങ്ങനെ തെളിച്ചെടുക്കുന്ന പ്രോഗ്രാം ആയിരുന്നു. അതിന് ജീവൻ ടി വി ഞങ്ങൾ ഒരുപാട് സഹായിച്ചു. അതിനുശേഷം ഞങ്ങളെ ഏഷ്യാനെറ്റിലേക്ക് വിളിക്കുകയായിരുന്നു. ഞങ്ങളുടെ ഒരു സിമിലാരിറ്റി കണ്ടിട്ട് ഒരുപോലെ ഇരിക്കുന്ന ആളുകൾക്ക്, അപ്പം അത് കണ്ടിട്ട് ഏഷ്യാനെറ്റിലേക്ക് വിളിക്കുകയായിരുന്നു. അതോടുകൂടി ഞങ്ങൾ മലയാളികൾ അറിയപ്പെടാൻ തുടങ്ങി. ശരിക്കും അവിടെയാണ് ഫേമസ് ആയത്. പിന്നെ രാജ്യങ്ങൾ സഞ്ചരിക്കാൻ തുടങ്ങി. പിന്നെ അടുത്ത് നമ്മൾ ജഡ്ജസിലേക്ക് മാറിയത്. എനിക്ക് മലയാളത്തിലെ മിമിക്രിയിലെ അത്രയും വലിയ റിയാലിറ്റി ഷോയിലെ ഫസ്റ്റ് ജഡ്ജസ് ഞങ്ങളായിരുന്നു. ഇപ്പം ഈ ജഡ്ജ്മെന്റിനെ പറ്റിയൊക്കെ അനലൈസ് ചെയ്യുന്ന കാലഘട്ടമാണ്. നിങ്ങൾ കീറി പൊടിച്ചു വിട്ട ആൾക്കാരുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സന്ദർഭം വന്നിട്ടുണ്ടോ? ഞങ്ങൾ ആരും കീറി കുറിച്ചിട്ടില്ല. പക്ഷെ ഞങ്ങളെ രസിരാജിൽ നിന്നും പോയ ആളുകളാണ് ഇപ്പോഴും പല ചാനലുകളിലും പല സിനിമാക്കാരുമായിട്ടും വലിയതായിട്ടും നിൽക്കുന്നത്. അതുകൊണ്ട് സന്തോഷമുണ്ട്. ഉപദേശമൊക്കെ കറക്റ്റ് ആയി എന്നുള്ളതാണ്. ഞങ്ങൾ കാരണം നമ്മളാരും തല്ലി വഴക്കിട്ട് അല്ലെങ്കിൽ ചീത്താക്കി വിടേണ്ട കാര്യമില്ല. എല്ലാവർക്കും അവരൊരു ഇഷ്ടമുണ്ടല്ലോ, അതനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി. ആരും ഉപദേശിക്കാണ്ടിരുന്നാൽ മതി. രസികരാജ ഓർക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു അമളി പറയാമോ? രസികരാജയിൽ ഞങ്ങൾക്ക് പറ്റിയ അമളി എന്ന് പറയാനൊന്നുമില്ല, എല്ലാം നല്ല തന്നെയാണ്. പക്ഷേ പിന്നെ ഒരു അമളി പറ്റിയെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ജഡ്ജസ് ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് പ്രോഗ്രാം കുറഞ്ഞു പോയി, സ്റ്റേജ് ഷോ. കാരണം പെർഫോമൻസിന് എല്ലാവരും വിളിക്കുള്ളൂ സ്റ്റേജിൽ. ജഡ്ജസിന് ആരെങ്കിലും പെർഫോമിങ്ങിന് വിളിക്കുമോ? ഇല്ലല്ലോ. അതൊരു അമളിയാണ്, ചെറിയൊരു അമളിയാണ്. എന്നാലും കുഴപ്പമില്ല. എന്നാലും നമ്മളെ ചേട്ടാന്ന് വിളിച്ചിരുന്ന ആളുകൾ പിന്നെ സാറേന്ന് വിളിക്കാൻ തുടങ്ങി. അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. ഒരു ഗ്രേഡ് കൂടിയെന്നുള്ളൂ, അത്രേ ഉള്ളൂ. ഇപ്പൊ ഒരു ചെറിയൊരു നമ്പർ എന്തെങ്കിലും ഒരു ഐറ്റം കാണിക്കാൻ പറഞ്ഞാലൊന്ന് കാണിച്ചു. ഇപ്പൊ ഒരു ഐറ്റം കാണിക്കാൻ പറഞ്ഞാൽ സത്യമായിട്ടും ഞാൻ കാണിക്കൂല. ചായ കുടിക്കാനായിട്ട് അതല്ല, അതിന് പറ്റുള്ള മൂടുമല്ല. കാരണം വേറെ ഒന്നുമല്ല, പുതിയ ആളുകൾ വന്നു, അത് ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ വന്നു. നമ്മൾ അതിന്റെ ഇടയിൽ വെറുതെ വടി കൊടുത്ത് അടിമായി. എനിക്കറിയാം, അല്ല മനസ്സിലായി, സംഭവം ശരിയാണ്. പക്ഷേ എനിക്ക് ഞാൻ ഈ കമന്റ് വായിക്കുന്ന ആളാ, ഒരാവശ്യമില്ല. അത് നിങ്ങളെ പോലുള്ള വലിയ ആൾക്കാരല്ലേ ഞങ്ങളോട് പറയാൻ നിങ്ങൾ കമന്റ് നോക്കരുത്, എന്നിട്ട് നിങ്ങൾ കമന്റ് നോക്കിയിട്ട് പ്രോഗ്രാം ചെയ്യാതെ. നമ്മൾ നോക്കരുത് എന്ന് പറഞ്ഞാൽ അറിയാണ്ട് നോക്കി പോകുന്ന ആളോ നമ്മുടെ മലയാളി. നമ്മളൊരു 5-ന്റെ നോട്ടില് അപ്പുറത്ത് 5-ന്റെ നിർത്തി 10-ന്റെ നോട്ടില് ഇത് മറിച്ച് നോക്കരുന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ മറിച്ച് നോക്കൂല നമ്മള്. അതായത് എഴുതി വെക്കുന്നുണ്ടാ. അപ്പൊ എഴുതി വെക്കുന്നത് നമ്മൾ പതുക്കെ നോക്കും. അതുകൊണ്ട് ചെറിയ ഇല്ല, നമ്മൾ ആവശ്യമില്ലാത്ത പരിപാടികൾക്ക് അങ്ങനെ നിൽക്കാറില്ല. അതുകൊണ്ട് അങ്ങനെ വിഷമങ്ങൾ അധികം ഉണ്ടാവാറില്ല. ഇല്ല, നല്ല രീതിയിൽ പോകുന്നു. ശരിയായിട്ട് അപ്പം പരിപാടികൾ നടക്കട്ടെ. നമസ്കാരം. അപ്പം മിമിക്രി കലാകാരൻ എന്ന നിലയിൽ ഏറ്റവും പ്രൗഡായിട്ടുള്ള നിമിഷമാണ് ഇതെന്ന് എനിക്കറിയാം. എങ്ങനെ ഓർത്തെടുക്കുന്നു ഈ അവസരത്തെ? അയ്യോ, വളരെ സന്തോഷമല്ലേ. കാരണം നമ്മൾ ഈ അസോസിയേഷൻ ആരംഭിച്ച കാലം തൊട്ട് എന്നുവെച്ചാൽ ഇതിൻ്റെ തുടക്കക്കാരിൽ ഒരാളായിട്ട് നിൽക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അസോസിയേഷൻ്റെ വളർച്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വലുതാണ്. അപ്പോൾ അതിനൊപ്പം സഞ്ചരിക്കാൻ പറ്റുന്നത് തന്നെ വലിയ സന്തോഷമല്ലേ. അത് മാത്രമല്ല, നമ്മുടെ കൂടെ മിമിക്രിയിലുണ്ടായിരുന്നവരും അതുപോലെ തന്നെ ഇപ്പോൾ മിമിക്രിയുടെ അപ്ഡേറ്റ് ചെയ്ത് പുതിയ തലമുറയിലുള്ള ആൾക്കാരും ഒക്കെ തന്നെ കാണാൻ പറ്റുക മൊത്തത്തിലൊരു വലിയ സന്തോഷം തരുന്നൊരു കാര്യം തന്നെ, അഭിമാനവും ഒപ്പം തന്നെ. ആദ്യം വന്നപ്പം ചേട്ടനൊരു മാസ്റ്റർ പീസ് നമ്പർ ഉണ്ടാവുമല്ലോ, അതേതായിരുന്നു കയ്യിലുണ്ടായിരുന്നത്? നമ്പറല്ല, ഞാൻ യൂണിവേഴ്സിറ്റി മിമിക്രി അങ്ങനെ മാസ്റ്റർ പീസായിട്ട് അങ്ങനെയൊന്നുമില്ല. ഒരുപാട് ഈ ശബ്ദാനുകരണങ്ങളൊക്കെ നടത്തി യുവജനോത്സവ വേദികളിലൂടെയൊക്കെ വന്നു. അത് കഴിഞ്ഞ് പിന്നെ ട്രൂപ്പുകളിൽ മിമിക്രിയൊക്കെ കളിച്ചു തുടങ്ങി. ആ സമയത്ത് അനുകരണമല്ലായിരുന്നു, സ്കിറ്റും ഒക്കെ ആയിരുന്നു. മിമിക്രി കലാകാരൻ അല്ലാതെ യുവജനോത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഐറ്റം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പൊ കാണിക്കാൻ പറഞ്ഞാൽ ഏതായിരിക്കും കാണിക്കാൻ? ക്യാമറയുടെ
മുന്നിൽ നിന്ന് എങ്ങനെ സമർത്ഥമായിട്ട് ഒഴിയാം എന്നുള്ള ഒരു ഐറ്റം ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു. ഞാൻ വിടില്ല. ഇല്ലില്ല. അത് പുതുമയുള്ള ഐറ്റമാണ്, ആണല്ലേ? ഏറ്റവും പുതിയ സാധനം. ഇത് ഞാൻ പലരും നിന്നും കണ്ടിട്ടുണ്ട്. എങ്ങനെ? പലപ്പോഴായിട്ട്. അയ്യോ, അതും പോയോ എന്റെ? അത് പോയി. ഇത് പുതിയതല്ല, ഇത് പഴയതാ. എന്നാലും ഒരു എണ്ണം എന്തായിരിക്കും ഒന്ന് കാണിച്ചു തരാം. ഇല്ല, ഞാൻ അങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന താരങ്ങളെ അനുകരിക്കുകയോ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഈ ശബ്ദങ്ങൾ വരുന്ന സൗണ്ട് എഫക്റ്റും അല്ലെങ്കിൽ സൗണ്ട് സിസ്റ്റത്തിന്റെ സപ്പോർട്ടോട് കൂടിയൊക്കെയാണല്ലോ മിമിക്രി ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ചെയ്യുന്നത് കൂടുതലും. അതുകൊണ്ട് തന്നെ ഇപ്പം ചെയ്യുന്നത് അനുചിതമാണെന്ന് തോന്നുന്നു. അതുകൊണ്ടാണ്. എന്നാൽ പോലും ഇവിടെ ഇപ്പോൾ സംസാരിച്ചിരിക്കുന്നവർ പലരും നല്ല നല്ല സംഭവങ്ങൾ ചെയ്തിട്ടില്ലേ? ചെയ്തു, പാട്ടൊക്കെ പാടി. അവരാണ് നമ്മുടെ പ്രചോദനം. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ആദ്യം തൊട്ടേ കൂടെ ഉള്ള ഒരാളാണ് ടിനി ചേട്ടൻ. ആ സൗഹൃദത്തെ പറ്റി ഇപ്പൊ ഒരു ഒറ്റ വാക്കിൽ പറയാൻ പറഞ്ഞാൽ എന്തായിരിക്കും പറയാ? ആ സൗഹൃദം ഇന്നും നല്ല രീതിയിൽ നിലനിന്ന് പോകുന്നു. കാരണം ഒരു സൗഹൃദം ആരംഭിച്ച് യാത്ര തുടങ്ങി അത് ഇടയ്ക്ക് വെച്ച് അവസാനിപ്പിക്കുന്നില്ല. അതങ്ങനെ അതിന്റെ നല്ല ഊഷ്മളതയോടുകൂടി മുന്നോട്ട് പോകുന്നു. അതെ. അടുത്ത ഡയറക്ടോറിയൽ പടം വരുമോ ഉടനെ? ഉടനെ ഒന്നും അങ്ങനെ പറയാറായിട്ടില്ല. മനസ്സിലൊരു ആഗ്രഹമുണ്ട്. പിന്നെ എല്ലാ ഘടകങ്ങളും ഒത്തുവരണ്ടേ. മാത്രമല്ല ഇപ്പൊ ചില കമ്മിറ്റ്മെന്റുകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതെല്ലാം ഒന്ന് തീരട്ടെ, എന്നിട്ട് സമയമാകുമ്പോൾ നമുക്ക് നോക്കാം. വീണ്ടും പ്രതീക്ഷിക്കാം. ഞങ്ങളും പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്. അപ്പൊ ഞാനായിട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നു ക്യാമറയുടെ മുന്നിൽ നിന്ന്. താങ്ക് യു. നമ്മുടെ കൂടെ 2 ടാലന്റഡ് ആയിട്ടുള്ള സ്ത്രീ ജനങ്ങളുണ്ട് അല്ലേ? ചേച്ചി നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഭയങ്കര സന്തോഷത്തിന്റെ ഒരു അവസരത്തിലാണ്. അപ്പം ചേച്ചി മിമിക്രിയിലേക്ക് എൻട്രി ചെയ്ത സമയമുണ്ടല്ലോ, ആ സമയത്തിന് എപ്പോൾ ഓർക്കുകയാണെങ്കിൽ എന്തായിരിക്കും പെട്ടെന്ന് പറയാൻ പറ്റുക? പെട്ടെന്ന് പറയാൻ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ഡാൻസറായിട്ടിരുന്ന ഞാൻ ഡാൻസിൽ നിന്നും നേരെ കോമഡിയിലേക്കും അതിൽ നിന്നും ഇപ്പം സിനിമ, സീരിയൽ അങ്ങനെ പല മേഖലകളിലേക്ക് തിരിയാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. ഒപ്പം തന്നെ ഇത്രയും കേരളത്തിലെ സകലമാന മിമിക്രി ആർട്ടിസ്റ്റുകളും പങ്കെടുക്കുന്ന ഈ ഒരു മീറ്റിങ്ങിൽ ഇതിലൊരു മെമ്പർഷിപ്പ് എടുക്കുക അതൊക്കെ പറഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. അതിനൊക്കെ ഭയങ്കര സന്തോഷമാണ്. ഓക്കെ. ചേച്ചി ഒരു മിമിക്രി ചെയ്തിട്ടുണ്ട്, പക്ഷെ സ്ത്രീകൾ പണ്ടത്തെ കാലത്ത് ഭയങ്കര കുറവായിരുന്നു. അപ്പൊ അങ്ങനെ ആദ്യം എടുത്ത സൗണ്ട് ആരുടെയായിരുന്നു? ഞാൻ വോയിസ് അല്ല കൂടുതൽ ലിമിറ്റ് ചെയ്തത്. ഞാൻ കോമഡി സ്കിറ്റുകളും അങ്ങനെയുള്ള സംഭവങ്ങളായിരുന്നു കൂടുതലും ചെയ്തിട്ടുണ്ട്. വോയിസ് അങ്ങനെ അധികം ഒന്നും, ചുമ്മാ എന്തെങ്കിലുമൊക്കെ നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ ചെയ്യുന്നു എന്നല്ലാണ്ട് അല്ലാതെ ഒരു വോയിസ് അങ്ങനെയൊന്നും എടുത്തില്ല. ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ ഏത് പാട്ട് പാടും? ഇപ്പം നാടൻ പാട്ടല്ലേ ഹൈലൈറ്റ്? തീർച്ചയായിട്ടും. അത് പറയാം. എനിക്ക് അങ്ങനെ പാടാനൊന്നും അതില്ല, എന്നാലും പാടാം. നീ എൻ്റെ അല്ലേ, എൻ്റെ എണ്ണക്കറുമ്പിയല്ലേ, എൻ്റെ മോഹത്തിൻ കുട്ടിയിലായി കൊഞ്ചിക്കുന്ന പുന്നാരപ്പൂങ്കുയിലേ. ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അപ്പം ചേച്ചി നമുക്ക് കാണാം. മൈജി വീട്ടിലൊരു വാഷിംഗ് മെഷീൻ എന്ന പദ്ധതിയുമായി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു. ഈ പദ്ധതി പ്രയോജനപ്പെടുത്താൻ അടുത്തുള്ള മൈജി ഫ്യൂച്ചർ സ്റ്റോറിലെത്തൂ. മൈജി ഫ്യൂച്ചർ, എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.